പഴയ സ്പീക്കറുകളോ പഴയ സാറ്റലൈറ്റ് സ്പീക്കർ എങ്ങനെ റീസ്റ്റോർ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് പുറത്തൊക്കെ തപ്പിയപ്പോഴാണ് ഈ വേസ്റ്റിൽ 2 സ്പീക്കർ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് പണ്ട് വെള്ളപ്പൊക്കത്തിൽ എന്തോ മറ്റോ കംപ്ലൈന്റ് ആയിട്ട് ഒഴിവാക്കിയ സാധനമാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഈ ടൈമിൽ വെറുതെ പുറത്തു പോകാനൊന്നും കഴിയില്ലല്ലോ. അപ്പം വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയൊരു കാര്യം ചെയ്യാൻ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. വർക്കിംഗ് ആണെങ്കിൽ ഉപയോഗിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും വാങ്ങേണ്ടി വരികയാണെങ്കിൽ നമ്മൾ ഈ ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് പുറത്ത് റോഡ് പോയാലേ സാധനം കിട്ടുള്ളൂ. ഇപ്പൊ പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ചെയ്യാൻ പറ്റിയ ഒരു പരിപാടി ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അയക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണം, അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ ഫോട്ടോ എടുത്ത് വെക്കേണ്ടി വരും. മൂന്നിഞ്ച് സ്പീക്കറാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ സ്പീക്കറൊക്കെ വർക്ക് ചെയ്യാന്നുള്ള അറിയില്ല, ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്പീക്കർ വാങ്ങേണ്ടി വരും. നമ്മൾ ഈ റസ്റ്റൊക്കെ ജസ്റ്റ് ഒന്ന് പേപ്പർ ചെയ്യാം. പെയിന്റ് ചെയ്യാന്ന് വെച്ചാൽ പെയിന്റ് വാങ്ങാൻ കിട്ടില്ല. ഇപ്പൊ ഷോപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെയിന്റ് ഒന്നും വാങ്ങാൻ കിട്ടില്ല. കഴിയുന്നത്രയും മാക്സിമം വൃത്തിയാക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് ഡസ്റ്റൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടാവും, കാണാൻ വൃത്തി ഉണ്ടാവും, ഉപയോഗിക്കാനും പറ്റും. നമ്മൾ 2 സ്പീക്കർ അയച്ചു കഴിഞ്ഞാൽ നമ്മളിതിന്റെ കോണ്ടാക്ട് ക്ലീനർ, ഈ സാധനം ഒരു കോണ്ടാക്ട് ക്ലീനറാണ്. ഇതെല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല. സാധാരണ മണ്ണെണ്ണയോ ഡീസലോ പെട്രോളോ എന്തെങ്കിലും ഉപയോഗിച്ച് കഴിക്കാൻ മതി. ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ച് അതിന്റെ കോണ്ടാക്ട് ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വെച്ചു. ഇതൊന്ന് ക്ലീൻ ചെയ്താൽ നല്ല ഫ്രഷ് ആയിരിക്കും, അത്രയും ക്ലിയർ ആയിരിക്കും. ഹൈലി ഇൻഫ്ലേമബിൾ ആയ ഒരു സാധനമാണ്. തീയോ മറ്റേ അങ്ങനെയുള്ള ഇവിടുന്ന് നമുക്ക് മാറ്റി വെക്കണം. ഹൈ പവറിൽ കത്തും. നല്ല ഫ്രഷ് പോലെ ഉണ്ടാവും, അത്യാവശ്യം നല്ല ക്ലിയർ ഉണ്ടാവും. ഡസ്റ്റ് നല്ല പൊടികളൊക്കെ പോയി നല്ല ക്ലിയർ ആവും. മറ്റേത് എന്ത് വെച്ച് ക്ലീൻ ചെയ്താലും അത്ര ക്ലാരിറ്റി കിട്ടില്ല. ഇത് വേപ്പറായി പോകുന്നതുകൊണ്ട് ഈ പേപ്പർ മില്ലായാൽ കുഴപ്പമില്ല, ഒന്നും ആകത്തില്ല, അതൊക്കെ ഉണങ്ങിപ്പോയിക്കോളൂ. അടുത്ത നമ്മളെ NC തിന്നർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. NC തിന്നർ അത് ഉപയോഗിച്ചാണ് ഈ പേപ്പറിൽ തുടയ്ക്കുന്നത്. അതിൽ റസ്റ്റുള്ള ഭാഗത്തും എല്ലാ ഭാഗത്തും NC തിന്നർ വെച്ച് ചെറിയ തുണിയെടുത്ത് ക്ലീൻ ചെയ്താൽ അടുത്ത ഡസ്റ്റ് പോകും, പിന്നെ പ്രാവശ്യം വരൂല. അങ്ങനത്തെ ഒരുപാട് ഉപകാരമുണ്ട്. എല്ലാം ക്ലീൻ ആവും, എല്ലാ കറകളൊക്കെ ഇളകിപ്പോകും. നല്ല ഗ്ലേസിംഗ് ഉള്ള സ്ഥലത്ത് ഉപയോഗിച്ചാൽ ഫേഡാവുകയും ചെയ്യും. അപ്പോൾ അവിടെ ഫേഡാവുമോ അറിയില്ല, ചെയ്ത് നോക്കാം. ഇത് രണ്ടും നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പീക്കർ മാറ്റുക എന്നുള്ളതാണ്. ഇപ്പം മാറ്റാൻ കിട്ടാത്തതുകൊണ്ട് ഇത് തന്നെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളൂ.
ഇതിൻ്റെ ആ ഡസ്റ്റ് ക്യാപ്പ് ലേശം ചെളിങ്ങിയുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വെച്ച് പൊക്കിയെടുത്താൽ മതി. പിന്നിട്ട് ഉപയോഗിക്കാം, അല്ലാതെ ഉപയോഗിക്കാം. അയച്ചെടുത്താലും ഒട്ടിക്കേണ്ടി വരും, അപ്പോൾ ഗമ്മ് വേണ്ടി വരും. അപ്പം ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിൻ്റെ ആ RC കണ്ടർ, സ്പീക്കർ കണ്ടർ ഇതിൽ വരുന്ന ഈ ടൈപ്പ് പിന്നാണ്. അവിടെയും കോണ്ടാക്ട് ക്ലീനർ വെച്ച് തന്നെ ക്ലീൻ ചെയ്താൽ അവിടെ കോണ്ടാക്ട് നല്ല ക്ലിയർ ആയി. ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായി ക്ലീൻ ചെയ്യുക, ആ ഗ്യാപ്പിലുള്ളതൊക്കെ പോണെങ്കിൽ. അടുത്തത് NC തിന്നർ ഉപയോഗിച്ചാണ് ഈ വയർ ക്ലീൻ ചെയ്യുന്നത്. NC തിന്നറിനുകൊണ്ട് നല്ല ക്ലിയർ ആവുന്ന സാധനം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡൈല്യൂട്ട് ആവുന്ന അവസ്ഥയാണ് തിന്നർ ഉപയോഗിച്ചാൽ. അത് ഉപയോഗിച്ച് ഇങ്ങനെ വലിച്ച് നല്ല വയറൊക്കെ നല്ല ക്ലിയർ ആവും. ചുളിവ് നീരം ചെയ്യുന്ന മാത്രമല്ല, അതിൽ ക്ലിയർ ആവും, വൃത്തിയാവും. ആ ജോയിന്റിലുള്ള കംപ്ലൈന്റ്, ജോയിന്റിൽ ഫുള്ള് ചളിയാണ്, കുറച്ചുകൂടി നന്നാക്കി ക്ലീൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ സെൻറ്ററിലെ പിന്നിൽ കുറച്ച് റസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് സാൻഡ് പേപ്പർ വെച്ചിട്ട്, വളരെ നൈസ് സാൻഡ് പേപ്പർ വെച്ചിട്ട് ക്ലീൻ ചെയ്താണ്. ഓവർ ഉരച്ച് കഴിഞ്ഞാൽ അതാണ് തേഞ്ഞു പോകും. നൈസായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. നമ്മൾ അയച്ചെടുത്തതിൻ്റെ കേസ് ഉണ്ട്, അത് സാധാരണ വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. വെള്ളം ഒരു പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചാൽ മതി. തീരെ പോകുന്നില്ലെങ്കിൽ മാത്രമല്ല സോപ്പ് പൊടിയോ ഉപയോഗിച്ച് ക്ലിയർ ആക്കാം. നമ്മൾ വണ്ടിക്ക് ഉപയോഗിക്കുന്ന ഷാമ്പു ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഫേഡായ അവസ്ഥയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ പാത്രത്തിലേക്ക് കുറച്ച് ഡീസലോ മണ്ണെണ്ണയോ എടുക്കുക. വളരെ കുറച്ച് ഒരു മൂടിയോ മറ്റോ, അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കുക. ഞാൻ ഇവിടെ പാരച്യൂട്ടോ ഉപയോഗിക്കുന്നു, വേറെ ഒന്നും കിട്ടാനില്ല, സോറി, അതുകൊണ്ടാണ്. അത് ജസ്റ്റ് ഒരു തുണിയിൽ മുക്കി നമുക്ക് ഇതുപോലെ പേപ്പർ വരെ ക്ലീൻ ചെയ്യാം. ആ ഫേഡിങ് നല്ല ഡാർക്ക്, നല്ല കളർഫുള്ളോ, ഏതാണോ അതിൻ്റെ കളർ നല്ല ഷൈനിങ് ആവും. അതുപോലെ റസ്റ്റ് ഉള്ളവർക്കൊക്കെ തേച്ച് കൊടുത്താൽ ആ റസ്റ്റ് പിന്നെ വരികയില്ല, റസ്റ്റ് പോയും കിട്ടും അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ സാധനങ്ങൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ചെയ്യുന്നത്, അല്ലാതെ ഇങ്ങനെ ചെയ്യണം എന്നല്ല. അതുകൊണ്ട് വയറും കേസ് എല്ലാം എല്ലാം തുടച്ചു കൊടുത്താൽ നല്ല ക്ലിയറും നല്ല കളർഫുള്ളും.
ഇത് അഴിച്ചപ്പോൾ ഇതിനകത്തൊരു പൊട്ടിയ കഷ്ണമുണ്ട്. അത് സ്ക്രൂ ചെയ്യുന്നാൽ ആ കാല് അത് പൊട്ടിക്കെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാം, സൂപ്പറിൽ വെച്ച് ഒട്ടിച്ചാൽ മതി. നല്ല കറക്റ്റായിട്ടാണ് പൊട്ടിയതെങ്കിൽ സൂപ്പറിൽ വെച്ച് ഒട്ടിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ കാണേണ്ടി വരും. ഇതിനിപ്പോൾ സൂപ്പറിൽ മതിയാവും. അതുപോലെ ഉള്ളുകൂടെ കെട്ടിടണം, അല്ലെങ്കിൽ വയറ് വലിയ കെട്ടിടം മറന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്യാനുള്ള സാധനമാണ്. പൊളാരിറ്റി നോക്കുന്നതല്ല, 2 സ്പീക്കറിലുണ്ട്. പൊളാരിറ്റി നോക്കണം. പൊളാരിറ്റി വരുമ്പോൾ ഒരു ഭാഗത്ത് ആ വൈറ്റ് ലീഡുള്ള വൈറ്റ് മാർക്കുള്ള വയറ് അവിടെ കൊടുത്താൽ അതേപോലെ തന്നെ മറ്റേ സ്പീക്കറും അതേപോലെ വൈറ്റ് ലീഡ് അവിടെ തന്നെ കൊടുക്കണം. ഈ പോയിന്റിൽ വയർ സോൾഡർ ചെയ്യാനുള്ള ഇപ്പോൾ ഒന്നിൻ്റെ പണി ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇനി സ്ക്രൂ ചെയ്യാനുണ്ട്. അതിൻ്റെ മുമ്പിലൊരു ഗ്രില്ലുണ്ടാവും, ആ ഗ്രില്ലൊന്നും കിട്ടാനില്ല, അവിടെ ഒന്നും ഇല്ല നോക്കിയിട്ട്. അതുപോലെ അതിൻ്റെ അടിയിൽ ഭാഗത്തൊരു സ്റ്റാൻഡും ഉണ്ട്. ഇതൊരു ടേബിൾ ഇങ്ങനെ വെക്കുന്ന ടൈപ്പാണ്. ഇപ്പോൾ ഇത് രണ്ടും ഏകദേശം ഇതിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒന്ന് ക്ലീൻ ചെയ്താൽ ഒന്നുകൂടെ കണ്ടീഷനാവും. ഇനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടതായിരുന്നു, വയറും ചെക്ക് ചെയ്യണം, കൺട്രോൾ സ്പീക്കറൊക്കെ ആദ്യം ചെക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അതെന്നോടൊന്ന് ചെറുതായിട്ട് വിട്ടുപോയതാണ്. നമുക്കിപ്പം ചെക്ക് ചെയ്ത് നോക്കാം. ഷോർട്ടാണോ അല്ലേന്ന് അറിയണമല്ലോ, ഓപ്പൺ ആണോ എന്ന് അറിയണമല്ലോ. അപ്പോൾ ഇത് ഓക്കെയാണ്. ഇത് ഓക്കെ ആയിട്ടാ കാണുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, പ്ലേ ചെയ്ത് നോക്കാം. നോക്കിയപ്പോ ഈ സ്പീക്കർ ഓക്കെയാണ്. ഇതിന്റെ കൂടെ മറ്റൊന്നും കൂടി ഉണ്ടല്ലോ, അത് ചെറിയൊരു ചിലപ്പുണ്ട്. അപ്പൊ അത് പ്ലേ ആക്കുന്നത് ആംപ്ലിഫയറിന് നമ്മളുണ്ടാവും. നമ്മുടെ സ്പീക്കർ ഈ ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് സ്പീക്കർ വാങ്ങിയിട്ടാൽ ഇങ്ങനെ നമ്മുടെ വേസ്റ്റ് കിടന്ന ഒരു സാധനം ഇത് നോക്കിയിട്ട് വർക്ക് ചെയ്ത് നല്ല ഉഷാറായിട്ട് വർക്ക് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങളുടെയൊക്കെ വീടിന് ചുറ്റുപാടോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് ഒന്ന് വർക്ക് ചെയ്ത് നോക്കും. അഥവാ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാം. ഈ ലോക്ക്ഡൌൺ ആയി വീട്ടിലിരിക്കുന്ന കാലത്ത് ഇങ്ങനത്തെയുള്ള വീഡിയോകൾ ചെയ്യാമെന്ന് വിചാരിക്കാൻ
റീസ്റ്റോറിങ് വീഡിയോസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.